ഹലോ ഹായ് നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിങ്ങാലിക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് താനിശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചെയ്ത ഒരു കാർ പോർച്ച് വിത്ത് ഒരു ചെറിയ സൺഷെയ്ഡിൻ്റെ വർക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരേ ഡിസൈൻ തന്നെയാണ്. എന്നാൽ സിമിലറായിട്ട് തന്നെ നമ്മുടെ ചെയ്യുന്ന മൂന്നാമത്തെ വർക്കാണിത്. അതും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ 3 ചെയ്തിട്ടുണ്ട്. 2 വാൾനട്ട് കളറിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഇതിന് മുമ്പ് കൊടുങ്ങല്ലൂരൊക്കെ ചെയ്തൊരു വർക്കിനെ പറ്റി കണ്ടുണ്ടായിരിക്കും. സെയിം അതേ വർക്ക്, അതേ സൈസ്, അതേ അളവ്, അതേ രീതിക്ക് തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയാനായിട്ടില്ല. നിങ്ങൾ എൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കേട്ട് ബോറടിച്ച് കാണും. പക്ഷേ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ സ്ഥലത്തും ഇന്ന സ്ഥലത്ത് നമ്മുടെ ഓരോരോ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓരോ വീഡിയോ സിമിലറായിട്ടുള്ള വീഡിയോസ് വരുമ്പോഴും അല്ല വർക്കിൻ്റെ വീഡിയോസ് വരുമ്പോഴും അങ്ങ് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം അതാത് സ്ഥലങ്ങളിൽ നിങ്ങളുടെയൊക്കെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വന്ന് ഇത്രയിലെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വന്ന് കാണണമെങ്കിൽ നിങ്ങളുടെ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. കുറച്ച് വീഡിയോ സൈലൻ്റായിട്ട് ഞാൻ വീടുമായിട്ട് മാച്ചിങ് ആവുന്ന രീതിയിൽ ആ വർക്കും ഒക്കെ നിങ്ങളത് കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ആവും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ വീടിൻ്റെ കുറേ വർക്കുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോണിൻ്റെ വർക്കുകൾ നടക്കുന്നു. പിന്നെ ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫുൾ ഫിനിഷാക്കി അവർ അതൊക്കെ ഗൃഹപ്രവേശനം നടത്താനുള്ള തയ്യാറെടുപ്പ് അതിവേഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് നമുക്കിവിടെ പോർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നമുക്കിവിടെ പോർച്ച് ചെയ്തത്. ഈ പോർച്ചിൻ്റെ കംപ്ലീഷൻ നിങ്ങൾ ഓൾറെഡി നേരത്തെ കണ്ടുകൊണ്ടിരിക്കും. സെയിം മോഡൽ ഈ വീടിന് അത് എത്രത്തോളം മാച്ചായിരിക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. ഇനി ഞാൻ കുറച്ച് അടുത്ത് നിന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങളെല്ലാ മോഡലിലും താഴെ നിന്ന് കുറച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കമ്പി പോലുള്ള കാര്യങ്ങൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് ഇതിൻ്റെ ഫ്ലോർ ചെയ്ത് കഴിയുമ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ തന്നെ ഈ ഭാഗം അങ്ങനെ തന്നെയാണ്. ഈ ഭാഗം ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. മുകളിലേക്ക് വരുമ്പോൾ വാൾനട്ട്, ലൈറ്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഫ്രെയിം വർക്ക്, ബോർഡർ വർക്ക് എല്ലാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സൺഷെയ്ഡും സെയിം മോഡൽ തന്നെ താഴെ ചെയ്ത് കുറച്ച് ടച്ചപ്പ് നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ ശേഷം എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടച്ചപ്പ് ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സൺഷെയ്ഡ് പോലെ വർക്കിന് നമ്മൾ പാത്തി കൊടുക്കാറില്ലാത്തതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പാത്തി കൊടുത്ത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് ഇതിന് പാത്തി കൊടുക്കാമെന്ന് പറഞ്ഞത്. കാര്യം അതിൻ്റെ ബോർഡറിൻ്റെ സൈസ് ചെറുതാണ്. 4 ഇഞ്ച് സൈസ് മാത്രമേ ബോർഡറിന് വരുന്നുള്ളൂ. മറ്റേ പോർച്ചിനൊക്കെ 6 ഇഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് തമ്മിൽ മിലായിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ സാധാരണ കണ്ടുണ്ടായിരിക്കുമല്ലോ ഇത്തിരി വർക്കുകൾ. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ കൂടെ നിങ്ങൾ കാണിച്ചു തരാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ടോപ്പിലെ സൈഡ് വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ആണ്. നമ്മളതിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള നല്ല ഷീറ്റാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ലൈനറൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലെ സ്ട്രൈപ്പ് ലൈൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്ന ആൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇനി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സൺഷെയ്ഡ്, ഇതാണ് സൺഷെയ്ഡ് വന്നിരിക്കുന്നത്. സൺഷെയ്ഡിൻ്റെ ടോപ്പിലെ ഭാഗം കോഫി ബ്രൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. 2 വിത്ത് ഒരു ക്യാലിവർ താഴെ സപ്പോർട്ട് ജസ്റ്റ് 2 കൊടുത്തുകൊണ്ട് അത് തന്നെ നിൽക്കും. ഇത് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഷീറ്റും മറ്റു കാര്യങ്ങളാണ് ഇതിനെ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ലോങ് വ്യൂ വരുമ്പോഴത്തേക്കിന് ഇത് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ എല്ലാം കണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ പ്ലോട്ടിൽ ഇങ്ങനത്തെ വർക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ വീടും കണ്ടംപററി സ്റ്റൈൽ നിങ്ങളുടെ വീടുമായിട്ട് ഇത്തിരി വർക്കുകൾ മാച്ച് ആകും തോന്നുവാണെങ്കിൽ നിങ്ങൾ ചെയ്തോളുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി ഒരു സൈറ്റിൽ വീഡിയോ ആയിട്ട് വരാം. അതുവരെയും സൈനിങ് ഓഫ് പറയുന്നു. എബി ജോസഫ്, ഇരിങ്ങാലിക്കുടയിൽ നിന്നും.